16-ാം തീയതി വൈകിട്ട് ഒരു 6:55 കൂടിയിട്ടാണ് ഞാൻ കുട്ടിക്ക് ജന്മം കൊടുത്തത്. അതിനുശേഷം പ്രീമച്ചുർ ബേബി ആയിരുന്നു. കറക്റ്റ് വീക്സ് ആയിട്ടില്ല, 37 വീക്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കാരണം കുട്ടീനെ നമ്മൾ NICU മാറ്റുക. ഡയറക്റ്റ് കയ്യിലും കൊടുക്കാതെ തന്നെ കുട്ടീനെ ഡയറക്റ്റ് NICUവിന്റെ അകത്തേക്കായിരുന്നു കയറ്റുണ്ടായിരുന്നത്. 5 ദിവസത്തിന് ശേഷം കുട്ടീനെ നമുക്ക് റൂമിലേക്ക് തന്നു. റൂമിലേക്ക് വന്ന പിറ്റേ ദിവസം, അതായത് ഇന്നലെ പുലർച്ചെ 5:05 ആന്റിബയോട്ടിക് കയറ്റാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ NICUക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അതുവരെയുള്ള എല്ലാ ഇഞ്ചക്ഷൻസും മെഡിസിൻസും NICUവിൽ കൊടുത്തിരുന്നു. റൂമിലേക്ക് വന്നതിന് ശേഷം എല്ലാ ഇഞ്ചക്ഷൻസും കാര്യങ്ങളും റൂമിൽ വന്നതിന് ശേഷമായിരുന്നു കുട്ടിക്ക് കൊടുത്തിരുന്നത്. 5:30 ഇഞ്ചക്ഷൻ NICU തന്നെ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിൽ നമ്മൾ കുട്ടീനെ അവിടെ NICUവിൽ കയറ്റി. ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള എന്റെ അമ്മയാണ് കുട്ടീനെ കൊണ്ടുപോയി കൊടുത്തത്. കൊടുത്തതിന് ശേഷം നേഴ്സ് വന്ന് മേടിച്ച് കുട്ടീനെ കൊണ്ടുപോയി. 6:45 കുട്ടീനെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് കുട്ടീനെ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. 10 മിനിറ്റ് ഞങ്ങൾക്ക് തലേ ദിവസം ഇതേപോലെ ഇഞ്ചക്ഷൻ ഇടാൻ വേണ്ടി കൊണ്ടുപോയത്. ഒരു 10 മിനിറ്റിൽ തിരിച്ചു വന്നതാണ്, കുട്ടീനെ തിരിച്ചു തന്നതാണ്. പക്ഷെ ഇന്നലെ മാത്രം 10 മിനിറ്റിൽ തിരിച്ചു തന്നില്ല. ഏകദേശം 5:30 കൊണ്ടുപോയിട്ട് 7 മണി വരെ ആ കുട്ടീനെ ഉള്ളിൽ തന്നെ എത്തിക്കണം. ആ സംഭവം ആ ഇൻസിഡന്റ് അതിന്റെ ഉള്ളിലാണ് നടന്നേക്കുന്നത്. അതിനുശേഷം ഞങ്ങള് കുട്ടീനെ അന്വേഷിക്കുന്നുണ്ട്, ബെല്ലടിക്കുന്നുണ്ട്. അവരൊരു തരത്തിലുള്ള റെസ്പോണ്ടും NICUവിന്റെ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാണ്ടായപ്പോ നമ്മൾ വേറെ അവിടുത്തെ കുട്ടികളെ നോക്കാനുള്ള ആൾക്കാർ നിന്നിട്ട് ബെല്ല് ചെയ്യുന്നുണ്ട്. ആരും തന്നെ പുറത്തേക്ക് വന്നില്ല. അതിനുശേഷം ഒരു മെയിൽ നേഴ്സ് എന്റെ റൂമിലേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു, കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിന്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് പറഞ്ഞു, കുട്ടിയുടെ കയ്യിൽ ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയൊരു മുറിവാണ്, നമുക്ക് ഡോക്ടർ വന്നതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഡോക്ടർ വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മലങ്കര ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷ്യൻ വരുന്ന സമയം എന്ന് വെച്ചാൽ 10 മണിയാണ്. ആ 10 മണി വരെ ഈ കുട്ടിയുടെ മുറിവ് അവര് ചെയ്യില്ല എന്നുള്ള രീതിക്കാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, കുട്ടിക്ക് വേഗം ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് നിങ്ങൾ ഡോക്ടറെ വിളിക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് അമ്മമാർ രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോ കുട്ടിയുടെ വിരലിന്റെ ഇത്രയും ഭാഗം ഈ അറ്റം മുഴുവനായിട്ട് കട്ടായി പോയിട്ടുണ്ട്. റൈറ്റ് ഹാൻഡിലെ കള്ളവിരലിന്റെ ഇത്രയും ഭാഗം കട്ടായി പോയിട്ടുണ്ട്. അത് അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ ആ സമയത്ത് ഞാൻ പകുതി കട്ടായി പോയി. അത് എന്നിട്ട് അവർ തുറന്ന് അത്രയും നിർബന്ധിച്ച കാരണം അവർ തുറന്ന് കാണിച്ചു. എന്നിട്ട് തുറന്ന് കാണിച്ച് പിന്നെ അവർക്ക് പേടിയായി തുടങ്ങി. ഇതിന് വെച്ചിരുന്ന ശരിയാവില്ല, ബ്ലഡ് ബ്ലീഡായി പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ സർജറി കഴിഞ്ഞ് നടക്കണമെങ്കിൽ C-സെക്ഷൻ ആയിരുന്നു, എമർജൻസി C-സെക്ഷൻ ആയിരുന്നു. ആ സമയത്ത് ഞാനും എല്ലാം അവിടെ ഉള്ളിലേക്ക് എന്നെ കയറ്റൊന്നും ചെയ്യില്ല. നമ്മൾ ആരും അതിന്റെ ഉള്ളിൽ പുറത്തുനിന്ന് കുട്ടീനെ കാണിക്കില്ല, എന്ത് സംഭവിച്ചു ഒരു കാര്യം നമ്മൾ അറിയിക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ NICUവിനകത്തേക്ക് കയറി ചെന്നപ്പോ കുട്ടിക്ക് ഒരു തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്തിട്ടില്ല അവര്. ആ സമയത്ത് അവർ പറഞ്ഞു, പ്ലാസ്റ്റിക് സർജൻ വരും, നമുക്ക് സംസാരിക്കാം, ചെയ്യാം, ഡോക്ടർ വരട്ടെ, കാര്യങ്ങൾ ചെയ്തിട്ട്. ഞാൻ ചെല്ലുമ്പോ കുട്ടി ശ്വാസം ഇല്ലാണ്ട് കിടന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. കുട്ടിക്ക് അവര് വായിൽ എന്തോ ഫീഡ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്തിട്ടില്ല. കൈ ഇങ്ങനെ അവര് ഞാൻ ചെന്നപ്പോ എന്നെ കാണിച്ചില്ല. കറക്റ്റ് അവരൊരു കോട്ടൺ വെച്ച് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക. കുട്ടിയുടെ കയ്യിൽ നിന്ന് ബ്ലീഡായ ബ്ലഡ് അടക്കം അവര് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് കണ്ടത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഡോക്ടർ ചോദിച്ചു, ഇങ്ങനെയാണോ നിങ്ങൾ ഒരു കുട്ടീനെ കെയർ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഉള്ള ആരാണുള്ളത്, ഹസ്ബൻഡ് ഉണ്ടോ, ഹസ്ബൻഡ് വരട്ടെ, വന്നിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. സംസാരിക്കാൻ ഹസ്ബൻഡ് അപ്പൊ തന്നെ എത്തി കഴിഞ്ഞതിന് ശേഷം സർജനും, അതായത് പ്ലാസ്റ്റിക് സർജൻ വന്നിട്ടുണ്ടായിരുന്നു. ആളായിരുന്നു സംസാരിച്ചിരുന്നത്. ആള് സംസാരിച്ചിട്ട് നമുക്ക് ഒരു കൺസെന്റ് തന്നു. ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് അവരായിട്ട് എഴുതിയൊരു കൺസെന്റ് നമ്മളെ കയ്യിൽ തന്നു. അതിൽ സൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സർജറിക്ക് കയറ്റുന്നതിന് മുന്നേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിലും സൈൻ ചെയ്യണം. അപ്പൊ ആ പ്രൊസീജിയേഴ്സിൽ നമ്മളൊരു കാര്യം എഴുതി ചേർത്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മലങ്കര ഹോസ്പിറ്റലിലാണെന്നുള്ളത് എഴുതി കൊടുത്തപ്പോ അതിൽ സൈൻ ചെയ്തപ്പോ അവരത് പറഞ്ഞു, ഇത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് 5:30 മണിക്ക് കഴിഞ്ഞ സംഭവത്തിന് അത്ര നേരം ഒരു ലാഗാക്കി തർക്കിച്ചു തന്നു. പിന്നെ അവർ പറഞ്ഞു, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഡോക്ടറെ കൊണ്ടുവന്നു, ഞാൻ ചെയ്യില്ല എന്നുള്ളത് ആ സർജൻ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ ചെയ്യില്ല എന്ന് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. നിങ്ങൾ പുറത്തുനിന്ന് ഡോക്ടറെ കൊണ്ടു ചെയ്തോ, ഞാൻ ചെയ്യില്ലെന്ന്. അതായത് അവിടുത്തെ മാനേജർ പറഞ്ഞിട്ട് പോലും ആ ഡോക്ടർ ചെയ്യാൻ കൂട്ടാക്കിയിട്ടില്ല. അപ്പൊ കൂട്ടാക്കാൻ ഇപ്പൊ ഞങ്ങള് എന്താ ചെയ്ത്, ഞങ്ങള് വേറെ സൈൻ ചെയ്ത് കൊടുത്തു. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോഴാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 പോലീസ് ഓഫീസേഴ്സ് അവിടേക്ക് വന്നത്. പോലീസ് ഓഫീസേഴ്സ് വന്നു, കാര്യങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾ ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും ലാഗ് ആക്കി ഇവര്. കുറ്റം ചെയ്തത് അവിടെ ഡ്യൂട്ടി ടൈമിൽ ഉണ്ടായിരുന്നിട്ടുള്ള, നൈറ്റ് ഡ്യൂട്ടി ടൈമിൽ ഉണ്ടായിരുന്ന അനുഷ എന്നുള്ള നേഴ്സിന്റെ അനുഷ എന്നുള്ള നേഴ്സാണെന്നാണ് മാനേജർ ഞങ്ങളോട് പറഞ്ഞത്. മാനേജറാണ്, അതായത് മലങ്കര ഹോസ്പിറ്റലിന്റെ മാനേജറാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്ത് സംഭവിച്ചു എന്നുള്ളതോ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല. ഒരു എവിഡൻസ് തന്നിട്ടില്ല. ഒരു എവിഡൻസ് ഞങ്ങൾ ചോദിച്ച എവിഡൻസ് ഞങ്ങൾക്ക് കാണിക്കണം, ഇങ്ങനെ കുട്ടിക്ക് ഇതുണ്ടായിരുന്നു, അതൊന്നും പറയില്ല. ഒരു മനുഷ്യത്തെ ഇല്ലാണ്ട് അവരെ കുട്ടിയുടെ കൈ വെട്ടിയിട്ട് അവര് സിമ്പിൾ ആയിട്ട് നിങ്ങൾ നോർമലായിട്ട് അത് വെട്ടി പോയി ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു വർത്താനം അവർ പറഞ്ഞിട്ടുണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ കുറെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ്, റിക്വസ്റ്റ് അല്ല ഞങ്ങൾ പറഞ്ഞ ഫോമിൽ, കൺസെന്റ് ഫോമിൽ ഞങ്ങൾ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കേൾക്കുന്നില്ല. ഒരു
കേൾക്കുന്നു, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് റൂളാണ്, ഇത് കൺസെന്റ് ഫോം സൈൻ ചെയ്യാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ വഴിയില്ലാണ്ട് 4 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞങ്ങൾ ആ കുട്ടിക്ക് ബ്ലീഡ് ആവുന്നുണ്ട്. അത് കണ്ട് ഞങ്ങൾക്ക് വിഷമമായിട്ട് വേറെ വഴിയില്ലാണ്ട് ഞങ്ങൾ സൈൻ ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് അവർ ഓപ്പറേഷൻ ചെയ്തത്. ഞങ്ങളെ കൺസേൺ ഇതാണ്. ഒരു മനുഷ്യത്വം ഇല്ലാണ്ട് ഇവരിങ്ങനെ ഈ പരിപാടി കാണിക്കുമ്പോൾ എന്താണ് ഡോക്ടർമാരും ജീവനല്ല വില കൊടുക്കേണ്ടവരൊക്കെ.